ഞാൻ ഒരു സർക്കിളിലും ഫില്ലാവില്ല. എക്സ്ട്രീമായിട്ട് റിയാക്ട് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ അത് കാണിക്കാതെ അടക്കി വെക്കും. ഞാൻ എപ്പോഴും പറയുമ്പോൾ വൈഫിനോട് പറയുന്ന കഥ പറയും. ഇപ്പോൾ എന്നെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അതെൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും കാലം ആ സ്ട്രഗിൾ ഞാൻ സ്വയം എടുക്കുകയായിരുന്നു. നമ്മൾ ആക്സെപ്റ്റൻസ് മോഡിലേക്ക് നമ്മളെ ആ സ്ട്രെങ്ത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റിനെ എന്താ ചെയ്യുക, എംബ്രേസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, എന്നിട്ട് അതിനെ സംസാരിക്കുക. ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം പോലും അതിൻ്റെ ഒരു എളിയ ശ്രമമാണ്. നമ്മളത് എല്ലാവരും പോലെ ആവാനുള്ള ധൃതി കൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രഷറുണ്ട്. നമ്മളെ പോലെ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ട് അല്ലേ, നമ്മളാവുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട്. അപ്പോൾ അതാണ് ഈ ഇതിനുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളാവുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട്. ഞാൻ 33 കൊല്ലം ഞാൻ മറ്റുള്ളവരെ പോലെ ആവാൻ, അല്ലെങ്കിൽ അത് മാസ്ക് ചെയ്ത് തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ സാറിനടുത്ത് തന്നെ പല സെഷനിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സർക്കിളിലും ഫില്ലാവില്ല. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. നമ്മളൊരു യൂട്യൂബ് ചാനലിൽ നോക്കിയിരിക്കും, ആള് കൊള്ളാലോ പറയും. നിങ്ങളൊരു ഫ്രണ്ട് സർക്കിൾ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന ഒരു സർക്കിളിൽ എടുക്കുക, എപ്പോഴും ഓട് വണ്ണായിരിക്കും. ഇതിലെങ്ങനെയൊക്കെ ഫില്ലായി പോവാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതെനിക്ക് കൃത്യമായിട്ട് ഉത്തരമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഞാൻ എൻ്റെ 10th വരെ പഠിച്ച സ്കൂളിൽ, +2 ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടില്ല. പക്ഷെ കാരണം അവരത്ര കെയർ ചെയ്തിരുന്നില്ല. നമ്മൾ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്, മറ്റു കാര്യങ്ങൾ അത്ര കെയർ ചെയ്യാത്ത, കുറച്ചും കൂടെ ഒരു ഫ്രീ മൈൻഡുള്ള, ഞാൻ ഉദ്ദേശിക്കുന്നതും നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ആയിത്തീരുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചിന്തിക്കുന്ന വേറെ രീതിയിലാണ്, നമ്മൾ പോകുന്ന രീതിയിലാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണെന്നുള്ള ഒരു ജഡ്ജ് ചെയ്യാത്ത ആൾക്കാരായിരുന്നു. അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ എത്തിക്കഴിഞ്ഞാലും നാട്ടിലെത്തിയാലും നമ്മൾ ചെല്ലുന്ന, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലാണെങ്കിലും ചെല്ലുന്ന ഒരു സർക്കിളിൽ, ഏത് സർക്കിളിൽ ചെന്ന് കഴിഞ്ഞാലും ഓട് വണ്ണായിരിക്കും. നമ്മൾ അതിൽ പ്രോപ്പർലി ഫില്ലാവില്ല. നമ്മളൊരു പിയർ പ്രഷർ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സർക്കിളുകൾ വേണം. എനിക്ക് എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സർക്കിളുകൾ വേണം. ആ സർക്കിളിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെ പിടിച്ചൊട്ടിക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള ഒരു ചില സമയത്തുണ്ടാകുന്ന കളിയാക്കലുകളുണ്ടാവും. ലൈക്ക് നോർമൽ സാധനമായിരിക്കും, അല്ലാതെ നമുക്ക് മാത്രമായിട്ട് കിട്ടുന്ന കളിയാക്കലല്ല, എല്ലാവർക്കും കിട്ടുന്ന കൂട്ടത്തിൽ നമുക്കും കിട്ടുന്നതായിരിക്കും. പക്ഷെ അത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഇരിക്കുക. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് കാണിക്കാതെ, ആ ഇമോഷൻ കാണിക്കാതെ. നമുക്ക് എക്സ്ട്രീമായിട്ട് റിയാക്ട് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ അത് കാണിക്കാതെ അടക്കി വെക്കും. അങ്ങനെ എല്ലാത്തിനെയും മാസ്ക് ചെയ്ത് നമ്മൾ എല്ലാവരിലും ഒരുവനായിട്ട് ജീവിക്കാൻ ശീലിച്ച് ഒരു 33 വർഷം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓക്കെ, കുറച്ച് മാറി നിൽക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നമ്മളൊരു സർക്കിളിൽ ഇരിക്കുന്നുണ്ട്. മാറി ഇവിടെ ഒരു കസേരയിൽ ഇപ്പുറത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും ദാറ്റ്സ് ഫൈൻ. അല്ല ഇവിടെ കയറി ഇരിക്കുകയാണെങ്കിലും ദാറ്റ്സ് ഫൈൻ. അല്ല പുറകിൽ മാറി ഇരിക്കുകയാണെങ്കിലും ദാറ്റ്സ് ഫൈൻ. ദാറ്റ്സ് ദ പ്ലേസ്. നമ്മുടെ പ്ലേസ് എന്താണോ ആ പ്ലേസിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. യു ഷുഡ് നോട്ട് ബി കെയറിങ് അബൌട്ട് ലൈക്ക് ബാക്കിയുള്ള എല്ലാവരും നിങ്ങളെ അക്നോളജ് ചെയ്ത് വാ എന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് അങ്ങനെ വരണം നോക്കണമെന്നില്ല. ആവശ്യമുള്ളവർ നമ്മുടെ തോളിൽ കൈയിട്ട് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു തിരിച്ചറിവ്. ആ ഒരു ഡിഫറൻസ് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര സമാധാനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം, ഞാൻ എപ്പോഴും പറയുമ്പോൾ വൈഫിനോട് പറയുന്ന കഥ പറയും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും വൈഫിൻ്റെ അടുത്താണ്. ഞാൻ പറഞ്ഞ് ഇപ്പൊ കുറച്ചായിട്ട് എന്നെ സഹിക്കുക എന്ന് പറയുന്ന പരിപാടി കുറച്ച് ബുദ്ധിമുട്ടായിട്ടില്ല എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു, കുറച്ച് പാടാണ് എന്നെ കൈകാര്യം ചെയ്യണം. മുമ്പ് ഇങ്ങനെ ആയിരുന്നു ചോദിച്ചു. മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങളായിരുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ. ക്ഷമ കൂടുതലാണ്, ഒരു കാര്യത്തിനും വല്ലാതെ ദേഷ്യപ്പെടില്ല, അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ലോകവിവരമുണ്ട്, പ്രശ്നങ്ങളില്ല, ഒരു കാര്യത്തിലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ അടുത്തായിട്ട് നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോ എന്നെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അതെൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും കാലം ആ സ്ട്രഗിൾ ഞാൻ സ്വയം എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ചത് എമിറ്റ് ചെയ്യുന്നുണ്ട് പുറത്തേക്ക്. ചില ആൾക്കാരുടെ വർത്തമാനം അല്ലെങ്കിൽ ചില രീതിയിലുള്ള പെരുമാറ്റം കണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും നമുക്ക്. അല്ലെങ്കിൽ ചില അനാവശ്യമായിട്ടുള്ള കളിയാക്കലുകളോ അനാവശ്യമായിട്ടുള്ള എക്സ്ക്ലൂഷനോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പാറ്റേൺ റെക്കഗ്നീഷൻ ഭയങ്കരമാണ്. അപ്പോൾ ചില പാറ്റേൺസ് കാണുന്ന സമയത്ത് അപ്പോൾ ആ ഒരു റെഡ് ഫ്ലാഗ് ഫീൽ ചെയ്യും. ചില കൂട്ടത്തിൽ ഒരാളെ അനാവശ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവസരങ്ങൾ നിഷേധിക്കുക.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ആരും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവില്ല, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ പാറ്റേൺ കിട്ടും. ആ പാറ്റേൺ കിട്ടുമ്പോൾ നമ്മളവിടെ മുമ്പ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ മനസ്സിലായാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമായിരിക്കും, അത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പഴം പോട്ടെ, അറിഞ്ഞ് ചെയ്താവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇന്റേണലൈസ് ചെയ്ത് വിട്ടുകളയായിരുന്നു. ഇപ്പം വോക്കലാവും. അവിടെ അത് പറയേണ്ടതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. അവസരം കിട്ടാത്ത ഒരാൾക്ക് അവസരം കിട്ടും. അനാവശ്യമായിട്ട് പുള്ളി ചെയ്യുന്ന ഒരാൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഒരു സാധനം കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അൺബെയറബിൾ ആവും. ഞാനത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സത്യമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അത് ഞാൻ എന്നെ പണിഷ് ചെയ്യുന്നതിലും കുറച്ചും കൂടെ ബെറ്ററാണ്. കാര്യം ഞാൻ പറയുന്ന കാര്യം തെറ്റാണ്, എനിക്ക് എന്നെ റെഗുലേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് റെഗുലേറ്റ് ചെയ്യാനുണ്ട്. ചിലപ്പം ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് പറയണത് രണ്ട് കാര്യം കൊണ്ട് പ്രശ്നമാണ്. ഒന്ന്, നമ്മൾ കാണിക്കുന്ന എനർജി കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ലൈക്ക് ഒരു നോ എന്ന് പറയുന്ന സാധനം അതുവരെ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ സാധാരണ ആളുകളൊന്നും കേൾക്കാത്തൊരു തരത്തിലുള്ള ഒരു നോ ആയിരിക്കും. ലൈക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടാവും. രണ്ടാമത്, അങ്ങനെ നമ്മളെ കണ്ട് ശീലിച്ചിട്ടില്ല. ദേഷ്യം കൂടുതൽ, ദേഷ്യം വരുന്ന സമയത്ത് കൂടുതൽ, അങ്ങനെ എപ്പോഴും വരില്ല, പക്ഷെ വന്ന ഭയങ്കര കൂടുതൽ. അതേപോലെ നമ്മൾ അതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, എപ്പോഴും ഭയങ്കര നൈസായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരാൾ പെട്ടെന്ന് ഈ ഒരു റിയാക്ഷൻ ചെയ്യുമ്പോൾ പ്രശ്നമാണ്. ഈ രണ്ട് രീതിയിലും പ്രശ്നമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് പറഞ്ഞു, നിങ്ങളിതൊക്കെ ഒന്ന് ഒതുക്കിയേ പറ്റുള്ളൂ, അല്ലാതെ നടക്കൂല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അതെ അതെ. അപ്പോൾ പിന്നെ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥി വന്നിരുന്നു ഇവിടെ, ക്ലയൻ്റായിട്ട് വന്നതാണ്. അപ്പോൾ അവൾ വളരെ സ്മാർട്ടാണ്. നമ്മൾ സ്കൂളുകൾ എങ്ങനെ റൺ ചെയ്യുന്നതെന്നുള്ളൊരു പിക്ചറും കൂടെ അതിൻ്റെ കൂടെ വരുന്നു. സ്കൂളുകൾ വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. മാർക്കുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യും, നല്ല പാട്ട് പാടുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യും, നല്ല കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യും, അതിലേക്കുള്ള എഫേർട്ടുകൾ ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ ഈ കഴിവുകളും ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും ചില സമയത്ത് വീഴ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് എന്തും ഒരു സ്കൂൾ കുട്ടികളൊക്കെ അവരുടെ സ്വാഭാവികമായ നടന്നു വന്ന് വരേണ്ട ഒരു വഴി ഉണ്ടല്ലോ, അപ്പൊ അതിൽ വീഴ്ച ഉണ്ടാവും. എണീക്കും, പിന്നെയും വീഴും, പിന്നെ എണീക്കും. പക്ഷെ ADHDക്കാർക്ക് ഈ വീഴ്ച എന്നുള്ള ഒരു ഡെയിലി എക്സസൈസ് ആണ്. അപ്പോൾ ഒരു പെൺകുട്ടി, അവള് വളരെ സ്മാർട്ടാണ്, നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഒരു ജാപ്പനീസ് ലുക്കിലൊക്കെയാണ് ഇവിടെ വന്നത്. സാധാരണ ഇവിടുത്തെ ഒരു കുട്ടിയാണ്, പക്ഷെ ഒരു ഡ്രസ്സിങ്ങും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ജാപ്പനീസ് സംസാരിക്കാനുള്ള രീതിയിലേക്ക് അത് അനിമയൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ടീനേജർ. അപ്പോൾ അവര് പറയുന്ന ഒരു കരയാണ് എൻ്റെ മുമ്പിൽ, ഞാൻ ഇത്രയും കാലം ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, സ്കൂളിൽ എല്ലാവരും എന്നെ പൊക്കി പിടിച്ച് ഭയങ്കര അപ്രീഷിയേഷൻ ആയിരുന്നു. ഇപ്പം എൻ്റെ ഉമ്മ എന്നെ ചീത്ത പറയാണ്, കാരണം എനിക്ക് മാർക്ക് കുറഞ്ഞ് ഞാൻ ബാക്കിലായി, എനിക്ക് എത്രയായിട്ടും കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടം. അപ്പോൾ ആ ഒരു വീക്ക് പോയിന്റിൽ അവരെ കേൾക്കാൻ ഇങ്ങനെ ഒരു അങ്ങനെ ഉണ്ടല്ലോ. അതേ കുട്ടി തന്നെ എനിക്ക് 100% ഉറപ്പാണ്, ആഫ്റ്റർ സം ടൈം അവൾ തിരിച്ചു വരും. തിരിച്ചു വന്ന അതേ ആൾ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പിന്നെയും ഡൗൺ ആവും. ഇത് അതിൻ്റെ ഒരു നീന്തലാണ്, നമ്മൾ വേവ്സ് എന്ന് അറിയില്ലേ, അതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഒരു എക്സാമ്പിൾ അല്ല, കുറെ എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഡൗൺ ആകുമ്പോഴുള്ള ഇമോഷൻസും ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പാറ്റേൺ ആണ് അത്. ഇപ്പോൾ പല ഡയഗ്നോസിസ് ആയിട്ടാണ് പറയപ്പെടാറുള്ളത്, UPD, ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. പക്ഷെ ADHD അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജൻസിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. മൂഡ് എപ്പോഴാണ് മാറുക പറയാൻ പറ്റില്ല. അത് പല കാരണങ്ങൾ കൊണ്ട്, ചുറ്റുപാടിലുള്ള കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യപ്പെടാം. അതൊക്കെ നോർമൽ ആണെന്നല്ല കേട്ടോ, അതിനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളത് അവെയർ ആവുന്നതോട് കൂടി നമ്മൾ മൈൻഡ്ഫുൾ ആവും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് കൺട്രോൾ ഇല്ലാത്തൊരു സൈഡിൽ ഇങ്ങനെയാണ്, അപ്പോൾ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ നമ്മൾ കുറേ അത് വാലിഡേറ്റ് ചെയ്ത് കൊടുത്തു. ഇറ്റ്സ് വെരി നോർമൽ ടു ഫെയിൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും താഴെ വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും ലോകം ഇടിഞ്ഞു പോകുന്ന പോലെ അല്ല, ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഫസ്റ്റ് റാങ്ക് നിന്ന് താഴെ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ സ്കൂളിൽ പോണേ, പിന്നെ ആരും എന്നെ കൈ പിടിക്കില്ല, എല്ലാവരും എന്നെ എന്താ പറയുക അപ്രീഷിയേറ്റ്. അപ്പോൾ എല്ലാവരും ആ ഒരു അച്ചീവ്മെന്റിന് അത്രയും വെച്ചിട്ടാണ് സ്കൂളിലൂടെ അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളെ മറന്നു പോകും, നമ്മൾ ആ ഒരു ബലിയാടാവാൻ അറിയില്ലേ. അപ്പോൾ ആ ഒരു അച്ചീവ്മെന്റ് നേടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള രീതി. പക്ഷെ അച്ചീവ്മെന്റ് വളരെ സീംലെസ്ലി നോർമലായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് പറ്റും, ADHDന് പറ്റും. അപ്പൊ ഇതൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടാണ്. എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ഓർമ്മയില്ല, ഞാൻ സാറിന് അയച്ചു തന്നോ അതോ ഗ്രൂപ്പിൽ ഇട്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല.
ഈ ഡയഗ്നോസിസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ഓക്കെ ഇത് കുറച്ച് അവയർനെസ് റേസ് ചെയ്യുന്ന വീഡിയോ ഇട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുമ്പുണ്ടായിരുന്ന സ്കൂൾ ഗ്രൂപ്പുകളിൽ എല്ലായിടത്തും ഞാൻ ഈ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു. അപ്പോൾ ഡയഗ്നോസിസ് കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോ ലൈക്ക് ഐ എം ഡയഗ്നോസ്ഡ് വിത്ത് ADHD എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോൻ്റെ റെസ്പോൺസായിട്ട് എനിക്ക് വാട്സാപ്പിൽ എൻ്റെ 10ാം ക്ലാസ്സിലൊരു സുഹൃത്ത്, അപ്പോൾ ഡോക്ടറാണ്, അവൻ എനിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഞാൻ അന്ന് ഗ്രൂപ്പിൽ ഇട്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഡയഗ്നോസ് ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാര്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റാണ്. സ്പോർട്സിലും ഫുട്ബോളിലും ക്രിക്കറ്റിലും എല്ലാത്തിലും അത്യാവശ്യം നല്ല പ്ലെയറാണ്. നല്ലൊരു WWE ലൈക്ക് റെസ്ലിംഗ് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ആൻഡ് മറ്റ് ആക്ടിവിറ്റീസിലും ഒക്കെ സൂപ്പറാണ്. ഇത് എല്ലാ സബ്ജക്റ്റിലും പഠിക്കാം. അത്യാവശ്യം ഒന്നുമില്ല ഫസ്റ്റ് ഓർ സെക്കൻഡ് റാങ്കിൽ എപ്പോഴും നിന്നിരുന്നതാണ്. 10ാം ക്ലാസ് വരെ കേട്ടോ, അതിനുശേഷം ഉറപ്പിയിട്ടുണ്ട്. പക്ഷെ ആ സമയം വരെ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ്സിൽ റാങ്കിൽ എപ്പോഴും മുന്നിൽ നിന്ന ആളാണ്. അറ്റ് ദ സെയിം ടൈം മറ്റ് കാര്യങ്ങളിലും ആക്റ്റീവാണ് ആൻഡ് അതിലും ഹൈ പെർഫോമിംഗ് ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരാള് ഈ സംഭവങ്ങളൊക്കെ നീ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് ഞാൻ വണ്ടറടിച്ച് നിന്നിട്ടുണ്ട്. എല്ലാം കൂടെ സൈമിൾട്ടേനിയസ്ലി ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വണ്ടറടിച്ച് നിന്നിട്ടുണ്ട്. ആൻഡ് ഇത് എക്സാക്ട് വേർഡ്സ് അല്ല കേട്ടോ, ഞാൻ ഓർത്തെടുത്ത് പറയണം. എനിക്കിപ്പോൾ ഇത് ഡയഗ്നോസ്ഡ് ആണ്, നീ ADHD ഡയഗ്നോസ്ഡ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ആൻഡ് കുറച്ച് എന്താ പറയുക ഹാർട്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് മെസ്സേജസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിൽ എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരാൾ ആ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് ലൈക്ക് എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നെ നോക്കി കാണുന്നുണ്ടായിരുന്നു ആരെങ്കിലും എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ട്. പിന്നെ കാരണം എന്താ വെച്ചാൽ ആ സമയം ഞാൻ ഈ പറഞ്ഞ പോലെ പല സർക്കിളിലും ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ പിടിച്ചൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. എനിക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ ഞാനൊരു കൂട്ടത്തിലും കറക്റ്റായിട്ട് പെടുന്നില്ല. എങ്ങനെയൊക്കെയോ അതേപോലെ തന്നെ പെൺകുട്ടികളോടൊക്കെ ആ സമയത്ത് സംസാരിക്കാൻ, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഭയങ്കര സ്ട്രഗിളാവും. മിണ്ടാൻ പറ്റില്ല, ഒരു സം കൈൻഡ് ഓഫ് ഫിയർ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇതിങ്ങനെ ഭയങ്കര സീംലെസ് ആയിട്ട് നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ചിലർ ആ സമയത്ത് തന്നെ പ്രേമം പരിപാടികളൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഒന്നും വേണം, മര്യാദക്കൊന്ന് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റിയൊരു ഫ്രണ്ടെങ്കിലും വേണം എന്നുള്ളൊരു ഇതൊന്നും നടക്കാതെ ഒരു സർക്കിളിലും ഫില്ലാവാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്നൊരു സുഹൃത്താണ് ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് അയക്കുന്നത് എന്നുള്ളതാണ് എന്നെ ആ സമയത്ത് ഹാപ്പി ആക്കിയത്. ലൈക്ക് സംവൺ ഇസ് ആക്ച്വലി ലുക്കിംഗ് അറ്റ് മീ, എന്നെ ആരോ കാണുന്നുണ്ടായിരുന്നു. ഈ ചേഞ്ച് അത് നമുക്ക് എല്ലാവരിലും കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് നല്ല രസമായിരിക്കും. ലൈക്ക് ആ സ്ട്രഗിൾ അനുഭവിച്ച ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം യു ആർ നോട്ട് ആക്ച്വലി സ്ട്രഗ്ലിങ് ഓൾ ദ ടൈം എന്ന് പറയാൻ പറ്റിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തിച്ചെന്ന് എനിക്കറിയില്ല. അതെ, ഭയങ്കര എക്സ്പീരിയൻഷ്യൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ തന്നെ ഫ്ലോയിൽ ഇങ്ങനെ പോട്ടെ.